ഹായ് ഗായ്സ്, രണ്ടാം വിഷു ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാനായിട്ടുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വിഭവങ്ങളെന്നൊക്കെ നോക്കാം. ചോറുണ്ട്, സാമ്പാർ, ഉപ്പേരി, അവിയൽ, മാങ്ങാപ്പുളിശ്ശേരി, അച്ചാർ, എലിശ്ശേരി, പായസം, പിന്നെ ബിരിയാണി, സാലഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വിഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് കറങ്ങി പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? തിരൂരിലുള്ള പുതുതായി തുറന്ന നെസ്റ്റോയുടെ ഹൈപ്പർ മാർട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ നമ്മളിതാ നെസ്റ്റോയിൽ എത്തിക്കഴിഞ്ഞു. അതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ പുറത്തിറങ്ങി ചോറും ബിരിയാണിയും പായസമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ആർക്കും നടക്കാൻ വയ്യ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ആ നെസ്റ്റോൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ആയിഷക്കുട്ടനെ ഇതാ ഒരു ട്രോളി കിട്ടിയിട്ടുണ്ട്. ആളെ ഹാപ്പിയാണ്. ഇനി അതും കൊണ്ട് നടന്നോളും. ഇനി അവനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളാണെങ്കിലോ എന്തൊക്കെയാ ഓഫർ എന്നൊക്കെ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. വിഷു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ അടുത്ത ഫ്ലോറിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. അതാ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്മ എങ്ങനെയോ എസ്കലേറ്ററിൽ പിടിച്ച് കയറ്റിയപ്പോൾ ഒരാൾ താഴെ പെട്ടുപോയി. അൺഫോർച്ചുനേറ്റ്ലി അയാളെ കാണിക്കാൻ പറ്റിയില്ല. അടുത്ത ഫ്ലോറിൽ ഡ്രസ്സുകളും ജ്വല്ലറി ഐറ്റംസും അതുപോലെ ഫുട്വെയറും ബാഗുകളും പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരതി നടക്കുകയാണ്. ഓരോരുത്തർ ഓരോ വഴിക്കായിട്ട് പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ ഒരു കുഞ്ഞു മണി ഇതിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അതാ വേറൊരാൾ കൂടി ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇവിടെ സ്റ്റേഷനറി ടോയ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ ആയിഷൂട്ടൻ ട്രോളിയുമായിട്ട് കളിച്ചുകൊണ്ട് നടക്കുകയാണ്.
മാത്രമല്ല വിഷു ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സുകൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഓഫറുകളുണ്ട് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലെ ഷോപ്പിങ്ങും ഏകദേശം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പിടുത്തം വിട്ട ആളെ ഞങ്ങൾ നേരത്തെ തന്നെ കയറ്റിയിട്ടുണ്ട്. ഞങ്ങളിതാ ലിഫ്റ്റിലൊക്കെ കയറി എല്ലാം ബില്ലൊക്കെ അടിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പൊന്നാനിയിലെ കർമ്മ റോഡിലുള്ള പൊന്നാനി ഫെസ്റ്റിലാണ്. ഇതേതാണ് പാലമെന്നറിയോ? ഇതാണ് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങളിത് ആ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള കർമ്മ റോഡ്. ചുട്ടുപൊള്ളുന്ന വേനലിലും പുഴ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് വേലിയേറ്റ സമയമായതുകൊണ്ടാണ് പുഴയിൽ ഇത്രയും വെള്ളം കാണുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ പൊന്നാനി ഫെസ്റ്റിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇതാണ് പൊന്നാനി ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങളിതാ കാറൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി ടിക്കറ്റ് എടുത്ത് മെല്ലെ അകത്തേക്ക് കയറുകയാണ്. ആദ്യം തന്നെ വളരെ മനോഹരമായിട്ടുള്ള മീനുകളാണ് വെച്ചിട്ടുള്ളത്. പക്ഷികളെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ അടുത്തത് എത്തിയിരിക്കുന്നത് ആയിഷൂട്ടനും അച്ചുകുട്ടനും പറ്റിയ സാധനങ്ങളാണ്. അങ്ങനെ ലാസ്റ്റ് ഷോപ്പിലെത്തിയപ്പോഴാണ് ആയിഷൂട്ട് അന്വേഷിച്ച് നടന്ന റബ്ബർ പാമ്പിനെ കിട്ടിയത്. അങ്ങനെ പാമ്പൊക്കെ മേടിച്ച് ആള് കഴുത്തിലൊക്കെ ഇട്ട് വരുന്ന വരവ് കണ്ടില്ലേ? അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി, സ്റ്റോളിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ എണ്ണൂഞ്ഞാലുകളും മറ്റു റൈഡുകളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ വളരെയധികം ധൈര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറാൻ നിന്നില്ല.
സ്റ്റോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചമ്രവട്ടം പാലത്തിലൂടെ വരുമ്പോഴാണ് അതിമനോഹരമായ കാഴ്ച കാണുന്നത്, സൂര്യാസ്തമയം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിഷു ആഘോഷം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.